വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി പറയുമ്പോൾ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ചെയ്യാൻ പോകുന്നത്. ഇനി അപ്പോൾ അത് ഞാൻ ചെയ്യുമ്പോൾ തെറ്റുമോ എന്നുള്ളത് അറിയാൻ മേല. പക്ഷേ ഞാൻ ചെയ്യുന്ന കൂട്ടാണോ എല്ലാവരും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അമ്മച്ചിയൊക്കെ പറഞ്ഞു തന്ന കൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു തെറ്റുകുറ്റങ്ങൾ എന്നതേലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാൻ മേല. പലയിടത്തും പല രീതിയിലും എന്താ പറയുക, പല പൊടികളൊക്കെ ചേർത്തിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതെന്നോട് കുറച്ച് കുട്ടികൾ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ ചെയ്യുന്ന, ഇതെല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം. ചിലയിടത്ത് ചില ഇൻഗ്രീഡിയൻസ് ചേർക്കാറില്ല, ചിലയിടത്ത് ചിലത് ചേർക്കാറുണ്ട്. ചിലത് ചേർക്കാത്ത എന്നാന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കാനൊക്കെ ആണെങ്കിൽ അത് ചീത്തയായി പോകുന്നൊന്ന് പേടിച്ചേച്ചാൽ. പക്ഷേ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ദൈവകൃപയിൽ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. ഇനി എനിക്കറിയാൻ മേല, പക്ഷേ ഈശ്വരാനുഗ്രഹം ഉള്ളിടത്തോളം കാലം ഒന്നും ആവുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഇറച്ചി ഒലത്തിയതാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈവൻ നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ അറിയാം. അല്ലാതെ അറിയാത്ത കുറേ പേരുണ്ട്. ഇത് ബേസിക്കലി നമ്മളിത് ഒലത്തി വെക്കുവാന്നേല, അല്ലെ വേവിച്ച് വെക്കുവാന്നേല കുറച്ച് ദിവസം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ നോക്കും, നമ്മുടെ ആവശ്യാനുസരണം എടുക്കാൻ നോക്കും. ഇപ്പം ഞാൻ ഈ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ചെയ്യുന്ന കൂട്ടായിരിക്കില്ല എല്ലാവരും ചെയ്യുന്ന, പല വ്യത്യാസങ്ങൾ കാണും. ഇതിന് ശരിക്കും ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ തന്നെയാണ്. അല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഒക്കെയല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചോളൂ. പക്ഷേ ഫസ്റ്റ് ഞാൻ പറയുന്ന വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല രുചി. ഇതിന് വേണ്ടിയത് കടുക് വേണം, പിന്നെ കുറച്ച് വറ്റൽ മുളക്, പിന്നെ ഒരു സവാള. ഈ സവാളയ്ക്ക് പകരം ഒരു പിടി കൊച്ചുള്ളി എടുക്കുന്ന ഏറ്റവും നല്ല. പിന്നെ നമുക്ക് പൊളിക്കാനായിട്ട് ഇച്ചിരി പ്രയാസം ഉള്ളതുകൊണ്ടാണ് സവാള എടുക്കുന്നത്. പിന്നെ കുറച്ച് തക്കാളി. ഈ തക്കാളിക്ക് പകരം കുറച്ച് വിനീഗർ ഇടാം. ഇതിപ്പം എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്, അല്ല വിനീഗർ മതി. പിന്നെ ഇഞ്ചി പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഇത് അരിഞ്ഞിട്ടാലും മതി രണ്ടെണ്ണവും. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടിയാണ്. ഇതിപ്പോൾ ഇറച്ചി ഞാൻ ശരിക്കും തേങ്ങായും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വേവിച്ച് വെച്ചേക്കുക. പിന്നെ കുറച്ച് മല്ലിയില. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് കറിവേപ്പിലയാണ്. അത് ഞാൻ ഇടുന്നില്ല, കാര്യം എന്താണെന്നറിയോ, നമ്മൾ ആ സമയത്ത് നമുക്ക് വേവുന്ന അനുസരിച്ച് നമുക്ക് ആവശ്യാനുസരണം എടുക്കുമ്പോൾ കടുക് പൊട്ടിക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തേച്ചാൽ മതിയേ. കുറച്ച് ദിവസമായിട്ട് എല്ലാവരും എന്നെ ഇങ്ങനെ കളിയാക്കുക, ഞാൻ കറിവേപ്പില ഇല്ലെങ്കിൽ ഒരു കറിയും വെക്കുകയല്ല, ഇതാന്നേ. അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി പിടിച്ച് നോക്കാൻ വിചാരിച്ചതാണ്. ഇപ്പോൾ ശരിക്കും കറിവേപ്പില ഇങ്ങനെയിട്ട് എന്നെ കളിയാക്കിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കറിവേപ്പില ഇല്ലാതെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്നേ. പക്ഷേ ഉള്ള നേര് പറയാമല്ലോ, എനിക്ക് കറിവേപ്പില ഇല്ലാതെ ബേസിക്കലി നല്ല ഈ ഇറച്ചി ഒലത്തിയതും മീൻകറിയും ഒക്കെ ഇത് ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളുകയല്ലെന്നറിയാം. പക്ഷേ കളിയാക്കിയോണ്ട് ഒരു വിഷമം, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് മല്ലിയിലയിൽ ഉണ്ടാക്കി നോക്കാം, എന്നാ കുഴപ്പമല്ലേ. എന്നാലും മനസ്സിനൊരു സന്തോഷമില്ല, വൃത്തിയില്ല, കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ നന്നാക്കി വെക്കും. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിത് വേവിച്ച് വെച്ചതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. അതല്ല നമ്മുടെ കയ്യിൽ പച്ച ഇറച്ചി കിട്ടുവാന്നേലും ഞാനിപ്പോൾ പറയുന്ന പോലെ തന്നെ ചെയ്തേച്ച് ലാസ്റ്റ് കുക്കറിനകത്തിട്ട് വേവിച്ചേച്ചാൽ മതിയേ. അങ്ങനെ ചെയ്യാതാലും മതി. അതല്ല വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാനാണെന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ വേവിച്ച് വെച്ചേക്കുമല്ലേ, അതേ കൂട്ട് ചെയ്താൽ മതി. ഉള്ള കാര്യം ഞാൻ പറയാലോ, അപ്പം ഓൺ ദ സ്പോട്ട് വേവിച്ച് വെക്കുന്നതിനെക്കാട്ടിലും അരപ്പെല്ലാം കൂടെ ചേർത്ത് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ആവശ്യാനുസരണം എടുക്കുന്നതാണ് ഏറ്റവും നല്ല രുചി. കാര്യം അത് ഇരിക്കുന്ന മസാലയെല്ലാം ഇരിക്കും തോറും ആ ഇറച്ചിക്കകത്തോട്ട് നല്ലോണം പിടിക്കും. ആ പിടിക്കുമ്പോഴതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമ്മൾ പച്ച ഇറച്ചി ആണെങ്കിലും വേവിച്ച ഇറച്ചി ആണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. വെക്കുമ്പോൾ ഒരേ നമ്മൾ ചെയ്യുന്ന രീതിയെല്ലാം ഒന്ന് തന്നെയാണ്. ഫസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുക. കടുകിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് വറ്റൽ മുളക്, ബീഫ് ഒലത്താനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്.
വലിയ ഉള്ളിയെ കാട്ടിലും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെയാണ് നേരെ, എല്ലാവർക്കും അങ്ങ് ധൃതിയില്ലയോ, അന്നേരം പിന്നെ ചെറിയ ഉള്ളി വെച്ച് പൊടിച്ചുകൊണ്ടിരിക്കാനൊന്നും നേരമില്ല. അതുകൊണ്ട് ഞാൻ സവാള എടുത്തത്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ്. 1 കിലോയ്ക്ക് എടുക്കുവാന്നേൽ നമ്മുടെ ഒരു പിടിക്ക് നിറച്ച് ചെറിയ ഉള്ളി എടുക്കണം, ഒരു കൈപ്പിടിക്ക് നിറച്ച് ചെറിയ ഉള്ളി എടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിനകത്തോട്ട് ഉള്ളി, ഉള്ളിയൊക്കെ ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകണ്ട, ഒന്ന് വാടിയേച്ചാൽ മതിയേ. ഇതിൻ്റെ കൂട്ടത്തിലാണ് ശരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇതിനകത്ത് എരിവ് കണക്കാക്കിയിട്ട് പച്ചമുളക് ഇടണമെങ്കിൽ ഇപ്പം ഇടാം. അതല്ല കുരുമുളകിൻ്റെ ടേസ്റ്റ് മതി, നമ്മുടെ മുളക് പൊടിയുടെ ടേസ്റ്റ് മതി എന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. പച്ചമുളക് ഇട്ടു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതൊന്ന് ഇച്ചിരി മൂക്കാനായിട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിടുവാണേ. അരക്കിലോയുടെ ഇറച്ചിയുടെ കണക്കാണെങ്കിൽ ഒരു 2 സവാള, മുഴുത്ത സവാളയല്ല, ഒരു മീഡിയം സൈസ് സവാള മതി. അതിൻ്റെ കൂടെ തന്നെ തക്കാളി ആണെങ്കിലും ഒരു 2 മീഡിയം സൈസ് എടുത്തേച്ചാൽ മതി. പിന്നെ ഈ ചെറിയ ഉള്ളി ആണെങ്കിൽ നമ്മുടെ ഒരു പിടി ചെറിയ ഉള്ളി, അത് ഒറ്റയ്ക്കല്ല, അത് കീറിയിടണം, 2ആയിട്ട് കീറിയിട്ടണം. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി തക്കാളി, തക്കാളിയും കൂടെ ഒരു ഇച്ചിരി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് പൊടിയെല്ലാം ചേർക്കാം. എളുപ്പമാണ് ശരിക്കും, ഇറച്ചി ഉലത്താനൊക്കെ ഒത്തിരി എളുപ്പമാണ്. പിന്നെ നമ്മൾ ആ മൂപ്പിച്ചെടുക്കുകയല്ലേ, എന്തോരം ഡീപ്പായിട്ട് ഫ്രൈ ആയി വരണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ പെരണ്ടിരിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. തക്കാളി ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പൊടിയെല്ലാം ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ ഇറച്ചിയിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. 1/2 കിലോ ആണെങ്കിൽ ഒരു 2 കുഞ്ഞി സ്പൂൺ, അതായത് ടീസ്പൂണിന് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. 1/2 കിലോ ഇറച്ചിയുടെ കണക്കായി പറയുന്നത്. കാശ്മീരി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. ഗരം മസാല ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ കൂട്ട് മേടിച്ച് വീട്ടിൽ പൊടിക്കുന്നത് തന്നെയാണ് നല്ലത്. ശരിക്കും ഇറച്ചിക്കൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നതും അങ്ങനെ തന്നെയാണ്. ആ മസാലയുടെ ടേസ്റ്റാണ് ശരിക്കും നമ്മൾ ഓരോരുത്തർ വീട്ടിലുണ്ടാക്കുമ്പോൾ അവരവർ പൊടിക്കുന്ന ഒരു മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് അനുസരിച്ചാണ് ഇറച്ചിക്കറിക്ക് രുചി വരുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ നമുക്ക് കൂട്ടെടുത്ത് പൊടിക്കാൻ അറിയാൻ മേലാത്തവർ ശരിക്കും കൂട്ട് മേടിക്കാൻ കിട്ടും. പൊടിച്ചതല്ല, പൊടിക്കാനുള്ളത്, അത് മേടിച്ച് പൊടിച്ചു വെക്കുന്ന ഏറ്റവും രുചി. കുരുമുളക് പിന്നെ പൊടിയിടുന്നതിനെക്കാട്ടിലും രുചി ചതച്ച കുരുമുളക് ഇടുന്നതാണ് നല്ലത്. പക്ഷെ ചിലർക്ക് ഈ പൊടിയാണ് ഇഷ്ടം. ആ പൊടിയൊക്കെ ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഇരിക്കുമല്ലേ, അന്നേരം മൂക്കാനൊന്നും അധികം നേരം എടുക്കുകയല്ല. നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചിയും കൂടെ അതിനകത്തോട്ട് ഇടണം. ഇത് തേങ്ങാക്കൊത്തോടുകൂടി ചേർത്ത് വെച്ചേച്ചാണ് ഞാൻ വേവിച്ചേക്കുന്നത്. അപ്പം തേങ്ങാക്കൊത്ത് എന്തായാലും ഇറച്ചിയോടൊപ്പം വെന്ത് കഴിഞ്ഞാൽ ഒന്നും ചീത്തയായി പോവുകയല്ല, ഉടഞ്ഞു പോവുകയോ അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് കാണാതിരിക്കുവോ അങ്ങനെയൊന്നുമില്ല. ഉള്ളി മൂപ്പിക്കാനായിട്ട് ഒരു ഇച്ചിരി ഞാൻ എന്താ പറയുക ഉപ്പിട്ടായിരുന്നു. പക്ഷേ ഇറച്ചി കുറച്ച് ഉപ്പ് ചേർത്താന്നു ഞാൻ വേവിച്ചേക്കുന്നത്. അപ്പം ഇനി ഒരു ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടേച്ചാൽ മതിയേ. ചിലർക്ക് ഒത്തിരി ഉപ്പ് വേണം, എനിക്ക് ഒത്തിരി അങ്ങോട്ട് വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മതിയാവും. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോണേ. പിന്നെ ഇതിനകത്തോട്ട് നിറച്ച് കറിവേപ്പില ഇടുക. വിനീഗർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആ വിനീഗർ കുപ്പിയുടെ തന്നെ ഒരു 1/2 അടപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചേക്കണം. ഈ സമയത്ത് ആ കറിവേപ്പില ഇടുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എന്നെ കളിയാക്കിയോണ്ട് മാത്രം ഞാനൊരു ഇച്ചിരി എന്നാ പറയുക മല്ലിയില ഇടുക. ഈ
ഇറച്ചിക്കകത്തോട്ട് ഈ മസാലയല്ല, ഇറച്ചി തനി ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമായിട്ട് വേവിച്ചതായതുകൊണ്ട് ആ ഇറച്ചിക്കകത്തൊന്നും പിടിക്കുകയില്ല, ഒന്നും കാണുകയില്ല, ഉപ്പ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു ചെറിയ സിമ്മേൽ നമ്മൾ ഇട്ടേക്കണം. എന്നാന്നോ ആ മസാല എല്ലാം ആ ഇറച്ചിക്കകത്ത് പിടിച്ച് അത് നല്ല മുരിഞ്ഞു വരും. മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് പിന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്നാ മുരിഞ്ഞത് വേണോ പെരട്ടിയത് വേണോ അതല്ല എന്നാ പറയുക കറിയായിട്ട് വേണോ എന്നൊക്കെ നമുക്ക് ആ സമയത്ത് തീരുമാനിക്കാം. പക്ഷേ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി നല്ലോണം വേവണം. ആ വേവണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്നാൽ പിന്നെ വേവിച്ച് വെച്ചതെന്നല്ല ചോദിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, വെറുതെ വേവിച്ച് വെക്കുന്ന പോലെ അല്ല. ഈ ഇറച്ചിക്കകത്ത് കംപ്ലീറ്റ് മസാല പിടിച്ച് കഴിയുമ്പോൾ ഒരു രുചി എന്ന് പറയുന്നത് വേറെയാണ്. നമ്മൾ എന്തായാലും ആനീസ് കിച്ചണിൽ നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കുക. അപ്പോൾ രുചിയോടുകൂടെ തന്നെ നമ്മൾ കൊടുക്കണ്ടേ. ഞാൻ ഈ പറഞ്ഞ പോലെ ബീഫ് നല്ല ഡീപ് ഫ്രൈ ആക്കി എടുത്തിട്ടില്ല, ഒരു സെമി ഗ്രേവി ആക്കി എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ വെള്ളയപ്പമാണ്. പക്ഷേ അപ്പത്തിന് അരയ്ക്കാനുള്ള നേരം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ചപ്പാത്തി ആക്കിയിട്ടുള്ളൂ. ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റിനെ പറ്റി ഞാൻ നേരത്തെ നമ്മൾ തമ്മിൽ ഡിസ്കസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും നമ്മൾ പറയണമല്ലോ ആനീസ് കിച്ചണിൽ ആരാ വരാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചേച്ചീനെ ഞാൻ നേരിട്ട് ഒരു സത്യം ഞാൻ പിന്നെ പറയാം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് മോളി ജോസഫാണ്. ചേച്ചീനെ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചി, എനിക്ക് ചേച്ചിയെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. ഇത്രയും ചേച്ചി ഫീൽഡിൽ വന്നിട്ട് 10 വർഷമായി അല്ലേ ചേച്ചി? ആ ചേച്ചീനെ ഇന്ന് ആനീസ് കിച്ചണാണ് ഏക ഒരു എന്താ പറയുക ഞങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിച്ചത് ഈ ആനീസ് കിച്ചണിൽ കൂടിയാണ്. ഞാൻ ചേച്ചിയെ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്? അതെ, ചേച്ചിയായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഫസ്റ്റ് ടൈമാണ്. അതേപോലെ അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കും ചേച്ചിയോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് കൊച്ചു വർത്താനം പറയാനുണ്ട് അല്ലേ ചേച്ചി? പിന്നെന്താ, അവിടെ ഇരിക്കാനോ? വരണം. ചേച്ചി, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുക. ചേച്ചിയുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, സിനിമയിലും സീരിയലിലും ഒക്കെ ആയിട്ട് ഒത്തിരി കണ്ടിട്ടുണ്ട്. ശരിക്കും എനിക്ക് ആദ്യം ചേച്ചിയോട് ചോദിക്കുന്നത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ടച്ച് വുഡ് പറയട്ടെ, ചേച്ചിയുടെ ഈ എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? എന്താ പറയാ, ഞാൻ ഒരു ചെറുപ്പം ഒരു 10 വയസ്സിൽ തുടങ്ങി ഞാൻ കലാകാരിയാണ്. ചവിട്ടം കളിക്കണ. പിന്നെ നമ്മൾ എന്തോ ഒരു കലയിൽ ചെല്ലുമ്പോഴേക്കും ഞാൻ അറിയാതെ കൊണ്ട് ഞാൻ അഭിനയിച്ചു പോകുന്നത്. സത്യത്തിൽ ഞാൻ തന്നെയാണ് അഭിനയിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു പിടി കിട്ടുന്നില്ല. ശരിക്കും ചേച്ചിയെ ക്യാരക്ടറിലേക്ക് ഉൾക്കൊണ്ട് നല്ലോണം ശരിക്കും അഭിനയിച്ചു പോകും ഞാൻ. ഓ, അപ്പൊ ചേച്ചി ആദ്യം നാടകത്തിലൂടെയായി തുടക്കം കുറിക്കുന്നത്. എങ്ങനെയാ ഫസ്റ്റ് നാടകത്തിലേക്ക് വരുന്നത്? ചേച്ചി എങ്ങനെയാ ഫസ്റ്റ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചൻ പിന്നെ മറ്റുള്ള കാരണന്മാരെല്ലാവരും നാടകക്കാരായിരുന്നു. അപ്പൊ ആ ഒരു വാത്സല്യമാണ് നമുക്ക് പകർന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ട് ഞാൻ 10 വയസ്സിൽ ഞാൻ ചവിട്ടുകടക്കാരത്തിയായത്. ഇപ്പോഴും ഞാൻ ചവിട്ടാൻ കളിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് 56 വയസ്സ് പ്രായമുണ്ട്. ഈ 56 വയസ്സിൽ ഞാൻ ചവിട്ടാൻ കളിക്കുന്നുണ്ട്. നാടകമല്ല അത് ശരിക്കും ചവിട്ട് നാടകം എന്ന് പറയുമ്പോൾ ചേച്ചി ഇപ്പത്തെ പിള്ളേർക്ക് അത് മനസ്സിലാവുകയല്ല. അത് എന്താണ് ഈ നാടകവും ഈ ചവിട്ട് നാടകവും തമ്മിൽ അങ്ങനെ വ്യത്യാസം വരുന്നത്? നാടകം എന്ന് പറയുമ്പോൾ സാമൂഹ്യ നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ നിന്ന് വെറുതെ ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി. സിനിമയിലാണെങ്കിലും നമ്മൾ നിന്ന് ഡയലോഗ്സ് മാത്രം പറഞ്ഞാൽ മതി. ചവിട്ട് നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ അകത്ത് ഇപ്പോൾ മോളയുമായിട്ടാണെങ്കിലും ഒരു കൂടിത്തെരുവുണ്ട്, ഒരു വിരുത്തമുണ്ട്, ഒരു താഴിന്നീശ, കൊച്ചകത്തൊങ്കല്, കൊച്ചകത്തള, ഇങ്ങനെയൊക്കെ ഓരോ വാക്കുകൾ അറിഞ്ഞ ഓരോ പാട്ടുകൾക്ക് ഓരോ രീതികളുണ്ട്. ഇതൊക്കെ ചേച്ചി പറഞ്ഞത് ഓരോ വാക്കുകളാണോ? അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ പാടുകയും വേണം, നമ്മൾ അതനുസരിച്ച് അഭിനയിക്കുകയും വേണം, അതനുസരിച്ച് നമ്മൾ മുറകൾ ചവിട്ടുകയും വേണം. ഓ, അത് ശരിക്കും നമ്മൾ ഡാൻസ് പഠിക്കുന്ന പോലെ തന്നെ ഇത് പഠിക്കണം. ഓ, അത് ശരി. അപ്പൊ ഇപ്പോഴും ഇതൊക്കെ ഈ കലകളൊക്കെ ഇപ്പോഴും ഇല്ല ഈ സമയത്ത്? ഇപ്പോഴും ഒരുപാട് കലകൾ ഇപ്പോഴും നിലനിന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പിള്ളേരെല്ലാം കൂടി എന്നാ ഇപ്പൊ വരയ്ക്കാണ്. ചേച്ചി നാടകം പഠിപ്പിക്കുക, ചേച്ചി നാടകം പഠിപ്പിച്ച്. ചേച്ചി ക്ലാസ് ഇടാത്ത എന്താ കുട്ടികൾക്ക്? എനിക്ക് ആഗ്രഹമുണ്ട് പിള്ളേരെ പഠിപ്പിച്ച്. പക്ഷേ ഇങ്ങനെ ഭയങ്കര പണച്ചെലവാണ് ഒരു നാടകം. നമ്മൾ സ്റ്റേജ് കയറണമെങ്കിൽ എങ്ങനെയെങ്കിലും 1 ലക്ഷം രൂപ ബാക്കി വേണ്ടി വരും നമ്മളാ സ്റ്റേജ് കയറണമെങ്കിൽ. എനിക്കൊരു ആഗ്രഹമുണ്ട് സ്കൂൾ നടത്താണ്ട്. ഞാൻ കേരള സംഗീത അക്കാദമിയോട് ഞാൻ ചോദിച്ചായിരുന്നു, ഇങ്ങനെ സ്കൂളായിട്ട് കൊച്ചുങ്ങളാ
പഠിപ്പിച്ച് നടത്തുന്ന കാര്യത്തിൽ പറയും പഠിപ്പിക്ക് എന്നോട് പറയും. പക്ഷെ നമുക്ക് പോയി സിനിമയും ഇതെല്ലാം കൂടി ആകുമ്പോൾ അല്ല ചേച്ചി, ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ ഞാൻ തന്നെ ചേച്ചിയോട് ചോദിക്കേണ്ടി വന്നു അതിന്റെ വ്യത്യാസം എന്താണെന്ന്. ഇപ്പം എന്റെ ജനറേഷനിൽ പോലും മനസ്സിലാവാതെ പോകുന്ന ഒരു സത്യമാണ് ഈ ഒരു കലയെക്കുറിച്ച്. അപ്പൊ ഇനി വരുന്ന തലമുറയ്ക്ക് പോലും ആ ഒരു കലയെ പറ്റി മനസ്സിലാക്കും. ഞാനിങ്ങനെ ഈ കല ഒരു തൃശ്ശൂർ ഒരു കോളേജിൽ ഞാൻ പഠിപ്പിച്ചായിരുന്നു. പഠിപ്പിച്ച് ആ നാടകം വൻ വിജയമായിരുന്നു. ആ കുട്ടികൾക്ക് ഫസ്റ്റ് നേടിക്കൊടുത്തു ആ നാടകം. ഫസ്റ്റ് നേടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം പിള്ളേർ എനിക്ക് തന്നെ പറഞ്ഞു ഈ നാടകം എവിടെ കളിച്ചാലും ഞങ്ങൾ വരാം, മേഡം പഠിപ്പിച്ച വന്നിരിക്കും ഞങ്ങളെന്ന് എന്ന് പറഞ്ഞ്. ഞാൻ നോക്കട്ടെ, ഞാൻ പഠിപ്പിക്കാം. ഇപ്പോഴും എല്ലാവരും എല്ലാ ചവിട്ടടക്കാരും ചവിട്ടടത്തിന് തുടങ്ങുമ്പോഴേക്കും ആദ്യം എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ പറയാനേ ബഹുജനം പല വിധത്തിലല്ല പറയുന്നത്. ഞാൻ ചവിട്ടോടാൻ പഠിക്കുന്ന സമയത്ത് റിഹേഴ്സൽ ഞാൻ അന്നേ കാലത്ത് ചില സമയത്ത് എനിക്ക് കിട്ടുന്നത് പഠിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 രൂപയും. ഒരു 15 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റേജ് കയറിയാൽ നമുക്ക് കിട്ടുന്ന 150 രൂപയും. അപ്പോൾ നമ്മളൊരു വൈകിട്ട് ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറിയാൽ പിറ്റേ ദിവസം നേരം വെളുത്ത് 5 മണിയാകുമ്പോൾ സ്റ്റേജിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ആ നേരം വരെയും ചിലപ്പോൾ 10-22 ആണുങ്ങളോട് നമ്മൾ അഭിനയിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു പെണ്ണുണ്ടാവും, ചിലപ്പോൾ 2 പെണ്ണുണ്ടാവും, ചിലപ്പോൾ 3 പെണ്ണുണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തരുടെ അടുക്കലും ഓരോ രീതികളാണ് നമ്മൾ പാടി അഭിനയിക്കേണ്ടത്. ഇപ്പം മാക്കടിക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ മകളല്ലേ, മാക്കടിക്കോ എന്നുള്ള ആ ഒരു സങ്കട സീന് അല്ലെങ്കിൽ സന്തോഷമായ സീന് ഒന്നു അമ്മ ചൊല്ലിടും വാക്കി കേൾക്കേണേ പൊന്മകളെ നീ, ആ ഒരു വാത്സല്യപ്പാട്ട്. മറ്റൊരുത്തടിക്ക് ചെന്ന് കഴിയുമ്പോൾ എന്താണിത്ര വന്നിടുവാൻ കാര്യമേതി ചൊൽക വീരാതയോടെ നീ ചൊൽക ഇന്നാൽ കേൾക്കാൻ ഞാനും. അപ്പം അവനോടുള്ള ആ ഒരു ഇത് മകളോടുള്ള വാത്സല്യം. പിന്നെ മറ്റൊരുത്തം വന്നിട്ട് ശത്രുത, അപ്പം അവരോടുള്ള അരിശം, അപ്പം അവരോട്ടുള്ള ഫൈറ്റ്, അവരോട്ടുള്ള സ്റ്റണ്ട്, ഇതൊക്കെയെല്ലാം നമ്മൾ ആ ഒരു ടൈമിന് നമ്മൾ അഭിനയിക്കണം. അപ്പം നമുക്ക് സ്റ്റേജിൽ നിന്ന് മാറാൻ അധികം സമയം കിട്ടൂല. ഓക്കെ. അല്ല, അപ്പൊ ഞാൻ ചേച്ചിയോട് ഈ സ്കൂൾ ഇടാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കലകളൊക്കെ അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ വരുന്ന ജനറേഷനിലെ കുട്ടികൾക്കും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഗവൺമെന്റ് കൂടി എന്നെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ക്ലബ്ബ് പോലെ തന്നെ നമ്മൾ കൊല്ലം നാടകം ചെന്നാലിപ്പ നമ്മുടെ ജോസഫ് അച്ഛനിപ്പ കേരള സംഗീത അക്കാദമിയുടെ അവാർഡൊക്കെ വാങ്ങിച്ച് നല്ല ഇന്നിപ്പോൾ ആ അച്ഛനാണ് നായി ചവിട്ടുകട നിലനിർത്തിക്കൊണ്ട് പോകണം. ആ അച്ഛൻ ഫസ്റ്റിൽ പഠിപ്പിക്കുന്നത് തിരയും തീരക്കാറ്റും എന്ന് പറഞ്ഞ് ചവിട്ടുകടവും. അപ്പം ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ അച്ഛൻ്റെ അവിടെ കൊണ്ടുവന്നെങ്കിലും അച്ഛൻ ആ പെണ്ണുങ്ങൾ ആരും ഇഷ്ടപ്പെട്ടില്ല, പാടിയിട്ടൊന്നും കേൾക്കണില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. ലാസ്റ്റ് അച്ഛൻ എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ഭയങ്കര ഇഷ്ടമായി. അച്ഛന് ശ്വാസം മുട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, അച്ഛൻ ഇങ്ങനെ കിടക്കണേ. അപ്പം അച്ഛനോട് പറഞ്ഞു നീ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കിവിടെ മതി, വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞു. അച്ഛൻ്റെ നാടകത്തിൽ തിരയും തീരക്കാറ്റും, എന്നാൽ ശരിക്കും ആ തിരയും തീരക്കാറ്റും എന്ന് വെച്ചാൽ ആ ഒരു നാടകത്തിൻ്റെ കഥയെന്ന് തന്നെ പറഞ്ഞാൽ പണ്ട് മത്സ്യത്തൊഴിലാളികൾ ബോട്ടരി വന്ന് കഴിയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ചെന്നിട്ട് ബോട്ട് കത്തിച്ച് കളയുകയും അങ്ങനത്തെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരു സിനിമയാണ്. അതുപോലെ സാക്ഷരത ടീച്ചർ, പഠിക്കാൻ പോകാത്തതുകൊണ്ട് സാക്ഷരത ടീച്ചർ, ആ ടീച്ചറായിട്ടാണ് ഞാൻ അതിനകത്ത് അഭിനയിച്ചത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരു നാടകമായിരുന്നു ഞാൻ അഭിനയിച്ചത്. ആ നാടകം ഞങ്ങൾ കളിച്ചു, വൻ വിജയം അച്ഛന് നേടിക്കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പിന്നെ ഒരുപാട് നാടകങ്ങൾ അച്ഛനിങ്ങനെ പുതിയ നാടകങ്ങൾ ഓരോരുത്തരുടെ നാടകങ്ങൾ മേടിച്ചിട്ട് അച്ഛനത് അച്ഛൻ്റെ ആയിട്ടുള്ള രീതിയിൽ അച്ഛനത് കയ്യിലാക്കിയത്. മനസ്സിലായി. അപ്പം അതിന് എനിക്ക് അതുപോലെ താല്പര്യം എനിക്കില്ല. അച്ഛൻ വിചാരിച്ചെങ്കിൽ ഇപ്പം എനിക്ക് പെൻഷനുകൾ മേടിച്ചു തരാറുണ്ട്. അച്ഛൻ വിചാരിച്ചെങ്കിൽ എനിക്ക് പെൻഷൻ മേടിച്ചു തരാറുണ്ട്. അച്ഛൻ ഇപ്പോഴും വിചാരിച്ചില്ല. അച്ഛൻ എനിക്ക് 1999 ചവിട്ടുനാട് കേരള സംഗീത അക്കാദമിയുടെ ഫസ്റ്റ് അവാർഡ് മേടിക്കണമെന്ന് ഞാനാണ്.
ഈ ചവിട്ടുനാട രംഗത്തിൽ വെച്ചിട്ട് കേരള സംഗീത അക്കാദമിയുടെ അവാർഡ് ഫസ്റ്റ് മേടിക്കുന്നവള് ഞാനാണ്. അച്ഛൻ തന്നെ കിടുങ്ങിപ്പോയി. കാരണം ഈ തിരികത്തുന്ന ഒരു നിലവിളക്ക് തലയിൽ 2 കയ്യിൽ താലവും വെച്ച് ഞാൻ കിടന്ന് പാമ്പാടുന്ന പോലെ ആടിയാൻ എണീറ്റ് വന്ന് ഞാൻ ആ കാലത്ത് തന്നെ ചവിട്ട് നാടകത്തിൻ്റെ കവത്തം ചവിട്ടിയപ്പോൾ തന്നെ അച്ഛനെ പിടി മുഴുവൻ വിട്ടു. ഇത്ര കഴിവുണ്ടോ എന്ന് എനിക്കെന്നാ എന്നോട് ചോദിച്ചത്. ശരിക്കും ഞാൻ ഫെയർ സ്കൂൾ കുലുങ്ങിപ്പോയി. ഞാനോർത്തിന് ഡ്യൂട്ടും മഴയും പെയ്യാമണം സൗണ്ട് കേട്ടാ. പക്ഷേ ജനങ്ങളുടെ ആ ഒരു ആർത്തി വിളിയായിരുന്നു ആ സമയത്ത്. നമ്മൾ അഭിനയിച്ച് നമ്മുടെ ഗുരുനാഥന്മാരുടെ ശാപയാക്കാത്തതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കണമുണ്ടും നമ്മളവിടെ മോശമായില്ല, നമ്മളെ വൻ വിജയത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ എനിക്ക് അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ധ്യാനം നടത്തി. കാറ്റാടിക്കടപ്പുറത്ത് അച്ഛൻ ധ്യാനം നടത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ എന്നെ വിളിപ്പിക്കുകയും അച്ഛൻ വലിയ ഒരു അംഗീകാരം തരികയൊക്കെ എന്നെ ചെയ്താണ് ജോസഫച്ചൻ. പക്ഷെ ഇത്രയും ചെയ്ത അച്ഛൻ എന്തുകൊണ്ട് നമ്മളെ എന്തുമാത്രം ആൾക്കാർക്കാണ് അച്ഛനിപ്പം പെൻഷൻ കൊടുക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് തന്നെയില്ല? ചേച്ചി ചോദിച്ചില്ലേ? നമ്മൾ ചോദിക്കണം എന്തിനാണ്? നമ്മുടെ ജീവിത ചരിത്രം കംപ്ലീറ്റ് അറിയാമെന്നാണ് അച്ഛന്. ഞാൻ ശരിക്കും കൂലിപ്പണിയെടുത്ത് ജീവിച്ചവളാണ്. ഞാൻ കരിങ്കല്ലും ഇട്ട് ചുവന്ന് ജീവിച്ചവളാണ്. ഞാൻ ഈ സിനിമ ഫീൽഡിലേക്ക് വരുമെന്നതിൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചവളല്ല. അത്രയ്ക്കും കഷ്ടപ്പാട് ദുരിതത്തിൽ കൂടി ജീവിച്ചവളാണ് ഞാൻ ഇന്നലെ സിനിമ നടിയായത്. ഇതിനു മുമ്പ് ഞാൻ പഴയ മോളി തന്നെയല്ലേ. അതെ. അപ്പം പിന്നെ അച്ഛൻ എന്നെ മറന്നില്ലേ അവിടെ. ഇങ്ങനെ ഞാൻ സിനിമ ഫീൽഡിലേക്ക് വരുമെന്ന, ഞാനിങ്ങനെ നിലനിൽക്കുമെന്ന ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ദൈവം നടത്തുന്ന വഴിയെ കൂടിയല്ലേ നമ്മൾ പോകുന്നത്. അതെ, എനിക്ക് വിചാരിച്ചതേ അല്ല. കാരണം ഞാൻ സദൃശ്യവാക്യങ്ങളെന്നും പറഞ്ഞൊരു നാടകം ഞാൻ കളിച്ചായിരുന്നു, ഒരു സാമൂഹ്യ നാടകം. ആ സാമൂഹ്യ നാടകം കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ നാടകത്തിൽ സ്റ്റേജിൽ വെച്ചിട്ട് അൻവർ റഷീദ് അങ്ങനെ ചേച്ചി കാണുന്നത് എന്നെ കാണുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞ് ഞാൻ ആ നാടകത്തിൽ ഈ പാട്ടും അഭിനയമൊക്കെ കൂടിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ അകത്തൊരു പാട്ട് സാറ് തന്നെ എഴുതി. ഞാൻ ചവിട്ടുകാരുടെ ടൂണിട്ട് ആ നാടകത്തിൽ സാർ എഴുതിയ വാക്കുകൾ ഞാൻ ചവിട്ടുകാരുടെ ടൂണിട്ട് ഞാൻ തന്നെ പാടി, ഞാൻ തന്നെ കരയേണ്ട പാടുവോ ചേച്ചി? എനിക്കിപ്പോഴും ഓർമ്മയില്ല എന്താ പാട്ട്. കണ്ടോ? സത്യം മോളെ, കാരണം വേറെ പാടില്ല. ആ സമയത്ത് എൻ്റെ അമ്മച്ചി മരിക്കണത്. അയ്യോ. ആ നാടകം സ്റ്റേജ് കാരണം 5-ൻ്റെ അന്ന് എൻ്റെ അമ്മ മരിക്കണം. വലിയ വിഷമായി, അതൊരു ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ സത്യത്തിൽ മാഷ് പറയണ്ടേ, ഞാൻ എവിടെ നാടകം കളിച്ചാലും എനിക്ക് എന്തെങ്കിലും ആപത്ത് വരും ചേച്ചി എന്നെപ്പോഴും മാഷ് പറയുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല മാഷെ, അങ്ങനെ ഒന്നും വരില്ല, ഞാൻ ജീവനായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും വരില്ല മാഷെ എന്ന്. പക്ഷേ ആ നാടകത്തിൻ്റെ 5 ദിവസത്തിന് മുമ്പ് എൻ്റെ അമ്മച്ചി ഒരു ക്ഷീണമില്ലായിരുന്നു. എൻ്റെ അമ്മച്ചിക്ക് പെട്ടെന്നൊരു വയറുവേദന മരിക്കാൻ നേരമായത് വെളുപ്പിന് എൻ്റെ അമ്മച്ചി. അന്നേരം ചേച്ചി ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ പോലും വന്നിട്ടില്ല. ഞാൻ സിനിമയിൽ പോലും വന്നിട്ടില്ല. ആ സമയത്താണ് എൻ്റെ അമ്മച്ചി മരിക്കണം. എൻ്റെ അമ്മച്ചി മരിച്ച 5-ൻ്റെ അന്നാണ് ഞാൻ ഈ നാടകം സ്റ്റേജ് കയറണം. അയ്യോ, 5-ൻ്റെ അന്ന് ചേച്ചി തട്ടത്ത് സ്റ്റേജിൽ കയറിയേ. അപ്പം ഞാൻ സത്യത്തിൽ ഈ ലോകത്താണ് അല്ല, ഞാൻ വേദനിച്ചിരിക്കുന്ന ടൈമാണ്. അപ്പം ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ സമയത്താണ്, ആ നാടകം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ സമയത്താണ് ഞാൻ ഇങ്ങനെ പാടി കരഞ്ഞു പോയി കഴിഞ്ഞ ഒരു മകളിനെ ഒരുത്തൻ ഗർഭിണിയാക്കി, അത് അബോഷനായി കഴിഞ്ഞ് അവൾ ധ്യാനം കൂടി അവൾ ദൈവത്തെങ്കിലേക്ക് ശരിക്കും സ്വർഗത്തിലേക്ക് പോകുന്ന രംഗമുണ്ടത്. ആ ടൈമിന് ഒരു പാട്ടുണ്ട് അവിടെ. എനിക്കറിയില്ല മോൾ, സത്യമായിട്ടും എൻ്റെ മക്കളാകത്ത് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. ഞാനറിയാതെ ആ പാട്ട് പാടിപ്പോയി. ഭയങ്കര പാട്ടെന്ന് പറഞ്ഞാൽ വിഷമവും നിൽക്കുന്നില്ല ആ സമയത്തുള്ള പാട്ട് ശരിക്കും ഞാൻ അങ്ങോട്ട് പാടി. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻവർ റഷീദ് ഓടി സ്റ്റേജിൽ കയറി അതെന്നെ കെട്ടി അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞ, ഞാൻ മോൾ ചേച്ചിയുടെ സിനിമയിലേക്ക് വിളിച്ചാൽ മോൾ ചേച്ചി വരുമെന്ന് ചോദിച്ചു. സത്യമായിട്ടും എൻ്റെ മോളെ നമ്മൾ 2 തള്ള മക്കളാണ് പരസ്പരം കാണാതെ ആയിപ്പോട്ടെ, ഞാൻ കളിപ്പിച്ച് കളയുക, എപ്പോൾ വിളിച്ചപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചാൽ മോൾ ചേച്ചി വരുമോ? അതല്ലേ ഞാൻ പറഞ്ഞു, എപ്പോൾ വിളിച്ചപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി എന്ന് ഞാൻ അതിലേ പറയണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോന്നു. എൻ്റെ ഇളയ മോനാണ് ആദ്യം ഒരു പെണ്ണിനെ ഇറക്കിക്കൊണ്ട് വന്നു വിവാഹം കഴിച്ചു. ആ കൊച്ചിനെ പ്രസവിച്ചു. കർക്കിടകം 1-ാം തീയതി കുട്ടീനെയുമായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി. കർക്കിടകം 10-ാം തീയതി അൻവർ റഷീദ് എൻ്റെ വീട്ടിലേക്ക് വരി. ഗോവൻ മാഷും
അൻവർ റഷീദ് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ്, ചേച്ചി ഞാൻ പടം പിടിക്കാൻ പോവുകയാണ്, ചേച്ചി വന്ന ഫോട്ടോ വെച്ചിലാണ്, അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് പോയാൽ മതി, ഞാൻ വണ്ടി വിട്ടോളാം. ഞാൻ ഇത് കണ്ട ഞങ്ങൾക്ക് കുഞ്ഞു അവയൊക്കെ വന്ന് അപ്പോൾ വന്ന ഞാൻ പറഞ്ഞു ശരി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ഫസ്റ്റിൽ എനിക്ക് 2000 രൂപ എൻ്റെ കയ്യിൽ വെച്ചിട്ട് തരികയെ, ഇത് മോഷിച്ചിരിക്കട്ടെ. ഞാൻ ഒരു ചവിട്ട് നാടകം കളിച്ചാൽ പോലും ഞാൻ ആ കാശം എനിക്ക് കണ്ടിട്ടില്ല. ഒരു ചവിട്ട് നാടകം നമ്മൾ 2 ദിവസം കളിച്ചാലും 3 ദിവസം കളിച്ചാലും നമുക്ക് അത്രയും പൈസ നമ്മുടെ കയ്യിൽ കണ്ടിട്ടില്ല. എനിക്ക് 2000 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് ഇതിരിക്കട്ടെ, നാളെ 10 മണിക്ക് കാറ് വരും, ചേച്ചി റെഡിയായി നിന്നു. ഇതാണ് എൻ്റെ അടിക്ക് പറഞ്ഞ വാക്ക്, അല്ലാതെ വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാം, വെള്ളമൊക്കെ ഇനിയും കുടിക്കാൻ ചേച്ചി, ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് പോവുകയും ചെയ്തു. തള്ളേനെ കുളിപ്പിക്കണം, കൊച്ചിനെ കുളിപ്പിക്കണം, അത് ഞാനാ ചെയ്യണം. അടുത്ത വീട്ടിലെ ഇതുപോലെ ഒരു പെണ്ണ് അതേ ടൈമിൽ എന്നെ പ്രസവിച്ചു, ഈ ആ കുഞ്ഞിനെ കൊച്ചിനെ കുളിപ്പിക്കണം, ആ തള്ളേനെ കുളിപ്പിക്കണം, അതുങ്ങളുടെ ഉടുപ്പ് അലക്കണം. ഇത് ഞാൻ ഈ 2 പെറ്റ പെണ്ണുങ്ങളെയും കുളിപ്പിക്കണം, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണം, കാര്യം നോക്കണം, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, എന്നിട്ട് ഞാൻ അഭിനയിക്കാനും പോകും. അതാണ് ഈശ്വരൻ്റെ ശക്തി എന്ന് പറഞ്ഞ കാര്യം. അതാ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മോളെ ഞാൻ ഇത്ര നിലയിലെത്തിയത്. ഒരുപാട് കഷ്ടപ്പാട്, കാരണം ഒരുപാട് വേദനകൾ, ഒരുപാട് കണ്ണീരും ഞാൻ കൂടി ഇന്നും ഞാൻ കണ്ണീര് പിടിച്ചിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെയൊക്കെ മുമ്പ് വരും മാത്രമേ ഞാൻ ചിരിച്ച് കാണിക്കുന്നുള്ളൂ. എൻ്റെ ഉള്ളിൽ ഇന്ന് എനിക്ക് വേദന മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ ചേച്ചിയുടെ ക്യാരക്ടർ നമുക്ക് ഇതാണെന്ന് പറഞ്ഞു തന്നു. പക്ഷെ നമ്മളൊക്കെ കണ്ടിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ചേച്ചി ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഇതൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ പറഞ്ഞ ചേച്ചിയെ അല്ല ചേച്ചി സ്ക്രീനിൽ കാണിക്കുന്നത്. ഭയങ്കര എന്താ പറയാ തൻ്റെയോടെ ഉള്ളൊരു തൻ്റെയുടെ സ്ത്രീ ആയിട്ടും ഭയങ്കര കുശുമ്പി അമ്മയായിട്ടും ഒക്കെ ആണ് ചേച്ചി. എല്ലാവരും ചോദിക്കുന്നത് അത് തന്നെയാണ്. എൻ്റെ മരുമക്കളോട് ചോദിക്കും, നിന്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് വീട്ടിലിങ്ങനെയാണ്. അപ്പം അവർ പറയും, അയ്യോ അമ്മച്ചി അങ്ങനെ ഒന്നുമില്ല, അമ്മച്ചി പാവമാണ്, അമ്മച്ചിക്ക് അങ്ങനെ ഒന്നും എടുക്കാനൊന്നും അറിയാൻ പാടില്ല. പിന്നെ അമ്മച്ചി അരിശം കയറുമ്പോൾ ഇങ്ങനെ ദേശീയത്തിൽ വർത്താനം പറയുമെങ്കിലും അമ്മച്ചി ഈ സീരിയലിൽ കാണിക്കണ പോലെ അല്ല സിനിമയിൽ കാണിക്കണ പോലെ അമ്മച്ചി ഞങ്ങൾക്ക് കാണിക്കാറില്ല. കാരണം 2 മരുമക്കൾ കളിക്കാനും ഞാൻ അങ്ങനെ നിൽക്കുന്നത് അല്ല. പിന്നെ എന്തെങ്കിലും വഴക്ക് പറയും, ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിക്കണമെങ്കിൽ അത് നമ്മൾ വഴക്ക് പറയും, അതെന്താ ചെയ്യണത്, എന്താ ചെയ്യണൊക്കെ പറ്റിയാലെന്നൊക്കെ പറഞ്ഞാൽ വഴക്ക് പറയും. അല്ലാതെ കൊണ്ട് അങ്ങനെയൊക്കെ ഒന്നും ഞാൻ ചെയ്യാറില്ല. ചേച്ചിക്ക് ഭയങ്കര പാചക കൈപുണ്യം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചേച്ചിക്ക് പാചകത്തിനോടും ഇതേപോലെ ഇഷ്ടമാണോ? എനിക്ക് പാചകമൊക്കെ വെക്കണം ഭയങ്കര ഇഷ്ടമാണ്. കാരണം വീട്ടിൽ നല്ല നല്ല എന്താ പറയാ മീൻകറി, ഇറച്ചി ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇറച്ചിയൊക്കെ ഒന്നും കൂട്ടാറില്ല. കാരണം ചിക്കനൊക്കെ ഒന്നും ചെറുപ്പം പോലെ കൂട്ടാറില്ല. പിന്നെ ഇറച്ചി, ഞണ്ട്, ചെമ്മീൻ ഇതൊക്കെ എൻ്റെ വെറൈറ്റിയാണ് കറിയൊക്കെ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിൽ നല്ലൊരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച പെരുന്നാളായിരുന്നു. വീട്ടിൽ പെരുന്നാൾ കൂടാൻ പോലും ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു. ആ വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചു, മീൻ വാങ്ങിച്ചു, പിന്നെ കരിമീൻ ചെമ്മീൻ വാങ്ങിച്ചു. ഞങ്ങൾക്ക് മീനിൻ്റെ ഒരു സീസണാണ് ഇപ്പോൾ ഈ അടുത്ത മാസം മുതൽ. കരിമീനൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. ഞങ്ങൾ തല്ലിക്കൊന്നിച്ച് വേണം കറി വെച്ച് കൂട്ടാൻ. അത്ര പെടക്കുന്ന ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ചേച്ചി, ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് പോലും ഇങ്ങനെ പെടക്കുന്ന മീനൊക്കെ ഞങ്ങൾ തല്ലിക്കൊന്നിച്ച് കറി വെച്ച് കൂട്ടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുപോലെ കടലിലെ മീനാണെങ്കിലും നമ്മൾ തല്ലിക്കൊന്നിച്ചും വേണം കറി വെച്ച് കൂട്ടാൻ. അല്ലാതെ 2 ദിവസം കഴിഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങള് വരാം. ഞാൻ മാത്രല്ല, എന്റെ കൊറേ പ്രേക്ഷകരുണ്ട് നമ്മളോടൊത്ത് നിൽക്കുന്ന. എല്ലാവരോടും പോയി എല്ലാവരും നമ്മുടെ കൂടെ പോരട്ടെ. ചേച്ചിയുടെ വീട്ടിലോട്ട് അങ്ങ് വരും, ചേച്ചിയുടെ അവിടെ നമുക്ക് ഇപ്പൊ ഈ മാർച്ചിൽ നമ്മുടെ പുഴകളിൽ നല്ല ചാലി മീൻ പിടിക്കുന്ന ടൈമാണിത്. അപ്പൊ നമുക്ക് മീൻ നല്ല കരിമീൻ കിട്ടും. കരിമീൻ എന്തെല്ലാം മീൻ കിട്ടും, അതെല്ലാം കിട്ടും. എല്ലാം നല്ല നല്ല മീൻ കിട്ടും. എൻ്റെ മക്കൾ മീൻ പിടിക്കാൻ പോകണം 2 പേരും. ആ സമയമാകുമ്പോൾ എൻ്റെ മക്കൾ മീൻ പിടിക്കാൻ പോകും. അപ്പം നല്ല നല്ല മീൻ കൂട്ടിയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. പിന്നെ എങ്ങനെ ഏത് രീതിയിലെല്ലാം മീൻ വെക്കണമെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ ഞാൻ മീൻ വെച്ച് അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കയ്യിൽ നല്ല ട്രഡീഷണലായിട്ട് അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കൊടുത്ത നല്ല രുചിയുണ്ടെന്ന് തോന്നി ഈ കയ്യിൽ. ശരിക്കും ചേച്ചി എന്നാ ചെയ്താലും ഭയങ്കര ടേസ്റ്റാന്ന് എല്ലാവരും പറഞ്ഞു. അത് ശരിയാ. ഞാൻ ഒരു ഉപ്പുമുളക് ഉണ്ടാക്കിയാലും എൻ്റെ മക്കൾ പറയും അതൊരു പ്രത്യേകത. ഞാൻ കറി എന്തെങ്കിലും വെച്ച് കഴിയുമ്പോൾ എൻ്റെ അമ്മച്ചി വെച്ചേരടിയെന്ന് കഴിക്കും. ചേച്ചി പിന്നെ ഈ നാടകത്തിൽ നിന്നാണ് നേരെ ചേച്ചി സീരിയലിലേക്ക്
അല്ല സിനിമയിലേക്ക് വന്നത്, അതെ. പിന്നെ സീരിയലിലേക്ക് വന്നു. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചേച്ചിയോട് നേരത്തെ വന്ന് പറഞ്ഞു തരുമോ, ഇന്ന പോലെയാ ചെയ്യുന്നത്, ഇന്നതാ ചെയ്യേണ്ടത്? ഇല്ല, ഇന്ന് വരെയായിട്ട് എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ലൊക്കേഷനിൽ ചേച്ചി അഭിനയിക്കാൻ നിൽക്കുമ്പോഴാ പറഞ്ഞിരുന്നേ? ഞാൻ ഫസ്റ്റിലെ ഈ കേരളക്കപ്പ സിനിമയിൽ എന്നെ വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഒരു കുട്ടിയെ വളർത്താൻ, ഒരു കുട്ടീനെ വളർത്തുന്ന സീനാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും സ്വന്തം കുഞ്ഞിനെ നോക്കണ പോലെ ആ കുഞ്ഞിനെ നോക്കുക, ഇതാണ് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തന്നത്. ആ രംഗങ്ങളാണ് ഞാൻ അതേപോലെ എൻ്റെ പേരക്കുട്ടിയെ നോക്കുന്നു, അതേപോലെ അതിനെ ഞാൻ നോക്കി. അവിടെ അഭിനയിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് ശ്രീധരൻ സീരിയലിലേക്ക്. സീരിയലിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു ചാളമേരി എന്നൊരു ക്യാരക്ടറിലാണ് ചേച്ചി. എനിക്ക് തോന്നുന്നു മോളി ജോസഫ് എന്നുള്ള പേര് പോലും നാട്ടുകാർ മറന്നുപോയി. എല്ലാവരും എന്നെ വിളിക്കുന്നു. ക്യാരക്ടർ കാര്യം കുറേ സ്വർണ്ണമൊക്കെ വാരിയിട്ട് വെച്ചു എൻ്റെ പൊന്നുമാളി. അത് പറയുമ്പോൾ തന്നെ എനിക്ക് കാരണം എൻ്റെ പെടലിയൊക്കെ എല്ലാം പൊട്ടി പഴുത്ത് പണ്ടാറങ്ങി വെള്ളം കണ്ട വരം മുഴുവൻ എല്ലാം വാരിയിട്ടിട്ട് ഞാൻ അവർ തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ട ഗതി കിടന്നു. അത്രയ്ക്ക് എന്തായിപ്പോയി. അതാ നമുക്ക് തന്നെ കൂടെ കോസ്റ്റ്യൂമ പച്ച നീല മഞ്ഞ ഇടിവെട്ടിയാക്കണ കളർ. ആ കളർ തന്നെ മതി യാതൊരു ചാളവ എനിക്ക് പറ്റിയത്. ആ കളർ കാണുമ്പോൾ തന്നെ നമ്മുടെ തകല പിടിയും വിട്ടുപോകും. കോസ്റ്റ്യൂം കൊടു അപ്പം വരുവാടാ ചുവപ്പ്, കോസ്റ്റ്യൂം കൊടു അപ്പം വരുവാടാ നീല. അത് കാണുമ്പോൾ തന്നെ ഞാൻ ബിയാതെ ഒന്നുമില്ലേ ഇയാതി കോസ്റ്റ്യൂം കിട്ടാണ്ട്. പക്ഷെ എനിക്ക് കിട്ടുന്ന കോസ്റ്റ്യൂം മഞ്ഞ, ഒരു ഇടിവെട്ട് മഞ്ഞയുണ്ട്. ആ മഞ്ഞ എടുക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടി കൈ മൂക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചു വെക്കുന്നത് ഡയറക്ടർ സാറിന് അത്രക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. പക്ഷെ ചേച്ചി ഇന്നും ആ ഒരു ക്യാരക്ടർ ആരും മറക്കുന്നില്ല. അതെ, ഇന്നിപ്പോൾ ആ സീരിയല് തമിഴിൽ കിടക്കണം. അപ്പൊ ചേച്ചി പോന്നോ? ഓ, എന്നെ വിളിച്ചിട്ടുണ്ട് തമിഴിൽ. പച്ച നീലയും മഞ്ഞ ഇടാം. അവിടെ ഇടാം എനിക്ക് പച്ച നീലയും മഞ്ഞ. അവിടെ കുറച്ച് ഓവറായിട്ട്. അപ്പം അവിടെ ഇപ്പം ഇന്നലെ എന്നെ കഴിഞ്ഞ ആഴ്ച റഷീദിക്ക വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി നമ്മുടെ സീരിയൽ തമിഴിൽ തുടങ്ങിയിട്ടുണ്ട്, ചേച്ചനെ അടുത്തന്നെ വിളിക്കും കേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ഞാൻ വന്നോളാന്ന് പറഞ്ഞു. ചേച്ചി ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടതിന് ഈശ്വരൻ എവിടെയെല്ലാം കൊണ്ടുപോകുന്നു നോക്കൂ. എത്രയൊക്കെ ഉയർച്ചയിലേക്കാണ് ദൈവം കടത്തിവിടുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ ഈ ആര് മറന്നാലും ഈശ്വരൻ മറക്കൂല എന്നുള്ളൊരു തെളിവില്ലേ നമ്മുടെ മുന്നിൽ. അപ്പൊ ചേച്ചിയുടെ മനസ്സ് പോലെ എപ്പോഴും നല്ലതായിരിക്കട്ടെ. ആ മനസ്സിൽ ഏറ്റവും നല്ലത്. അതെ തീർച്ചയായിട്ടും. ഞാൻ എന്റെ ഭക്ഷണം തരട്ടെ, എനിക്ക് ചേച്ചി കൊടുക്കാൻ പേടിയാവുന്നു. ഒരു ഉണക്ക ചപ്പാത്തി. അതെ, ഈ ബീഫിൻ്റെ കൂടെ പിന്നെ വെള്ളയപ്പമാണ് തരണ്ടേ. ഈ 1 മണിക്കൂർ കൊണ്ട് ഞാൻ വെള്ളയപ്പത്തിന് അരയ്ക്കാൻ നോക്കുവോ? ഓക്കെ. പിന്നെ എന്നെ കുറ്റം പറഞ്ഞ കാര്യമുണ്ട്. ചപ്പാത്തി അല്ല വേറെ എന്നാ ഉണ്ടാക്കും, ഞാൻ ദോശ ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. അത് പറ്റിയല്ല. ഇതിന്റെ കൂടെ വെള്ളയപ്പത്തിന് ഇഷ്ടം എനിക്ക് ചപ്പാത്തിയാണ്. പിന്നെ എന്നതിനാ കുറ്റം പറഞ്ഞത്? അല്ല, ചപ്പാത്തിയുടെ കോലം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്. ചപ്പാത്തിയുടെ കോലം ഇങ്ങനെ മടക്കാം, ഇങ്ങനെ മടക്കാം, ഇങ്ങനെ മടക്കാം, അല്ലാതെ ഇങ്ങനെ ഒന്നും മടക്കാനൊക്കത്തില്ലല്ലോ. എനിക്ക് തന്ന ചപ്പാത്തി കണ്ട പകുതി തിന്നേന്റെ ബാക്കി. എന്നാ പിന്നെ ഇങ്ങോട്ട് തന്നെ. വേണ്ട വേണ്ട, പകുതി തിന്നേന്റെ ബാക്കി എന്നല്ലേ പറഞ്ഞോളൂ. അന്ന് അങ്ങനെയാ, സ്നേഹമുള്ളവർ അങ്ങനെയാ ഉള്ളത്. ചേച്ചിക്ക് ഒരു കാര്യം അറിയാമോ, നമ്മുടെ ക്രിസ്ത്യൻ ഇതില് ഇല്ല, പക്ഷെ ഹിന്ദുക്കളുടെ ഇതില് ശ്രീരാമനെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആരാധിച്ച ഒരു ഭക്ത ഉണ്ടായിരുന്നു. ശബരി എന്ന് പറഞ്ഞിട്ട്, അറിയോ ചേച്ചി? മകളൊന്നും അല്ല, ഭക്തയായിരുന്നു. ആ അമ്മ ശ്രീരാമന് കൊടുത്ത എങ്ങനെയാണെന്നറിയോ ഭക്ഷണം? ഒരു പഴമാണ്, ഒരു പടല പഴമാണ് വെച്ചിട്ട് എല്ലാ പഴവും തിന്നു നോക്കി ഏറ്റവും മധുരമുള്ളത് എന്റെ ഭഗവാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അതേ അമ്മ കൊടുത്തത്. അതുപോലെയാണ് കൂട്ടിയാ മതിയേ. ചപ്പാത്തി ഉണ്ടാക്കിയതിൽ ഇത്ര രുചി ഉണ്ടായത്. അതിന്റെ പകുതി തിന്നുവെച്ചും പകുതി എനിക്ക്. ഞാൻ കാര്യം വേണ്ടേ, രുചിയുള്ളതാണോ തന്നെ? അപ്പൊ അത് സമ്മതിച്ചേ. ആ ചീത്തയല്ല, താഴെ വീണതോ അല്ലെങ്കിൽ ഈച്ച ഇട്ടതോ ഒന്നും തന്നില്ലല്ലോ, നല്ലതല്ലേ തന്നല്ലോ. അപ്പൊ എന്റെ മനസ്സ് നല്ലാന്ന് കൂട്ടിക്കോ, അല്ലാതെ ഇതിനെയല്ല കുറ്റം പറയണ്ട. ഇനി അടുത്ത എന്നതേലും കുറ്റം കണ്ടുപിടിക്കുമായിരിക്കും. അത്ര തരുവുള്ളൂ, കൊളസ്ട്രോൾ ഉള്ളതല്ലേ. പേടിയുണ്ട്. പേടിയുണ്ടാ? പിന്നെ ഇത്രയും ഭയങ്കര വലിയൊരു പാചക വിദഗ്ധയുടെ മുമ്പിൽ ഞാൻ എന്റെ ഒരു കുഞ്ഞു സാധനം നോക്കാൻ പേടിയില്ലായിരിക്കോ? ആരാണ് കറി വെപ്പിക്കാൻ പഠിപ്പിച്ചത്? എന്റെ അമ്മ. ഇങ്ങനെ എന്റെ അമ്മ കറി വെച്ച ഞാൻ വെക്കും. കൊന്നുകളഞ്ഞ വേണ്ട, എന്റെ അമ്മയെ പറഞ്ഞ എനിക്ക് ദണ്ണം തട്ടും.
പിന്നെ എന്നതിനാ കഴിക്കുന്നത്? പിന്നെ കഴിക്കുന്ന എന്നതിനാ? രുചി കൊണ്ടാണ്. വിശ്വസിക്കാൻ കൊള്ളുകയില്ല, ഉറപ്പിച്ച്. അതാ, എപ്പോൾ വേണേലും പണി തരാം. ഇപ്പൊ പറയുന്നതല്ല, പിന്നെ പറയുന്നത് ഉള്ള നേരം പറയാലോ. ഞാൻ നേരത്തെ വിചാരിച്ചു നല്ല മനസ്സുള്ള ചേച്ചിയാന്ന്. ഇപ്പൊ നോക്കിയേ, ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്നാ സ്വഭാവമാണോ എന്തോ. ഞാൻ മരുമക്കളെ കാണട്ടെ, ഒന്ന് ഏശനെ ഏറ്റിട്ടു. ആദ്യമേ കറി വെക്കാൻ പഠിച്ചിട്ടും വേണം ഇങ്ങനെയൊക്കെ ഉക്കുറുതാക്കി വെക്കണം. കുറെ നേരം ഏതാണ്ട് ഒരു ആംഗ്യ ഭാഷ കാണിക്കുന്നുണ്ടല്ലോ കുറച്ചു നേരം മുമ്പേ. എന്നാ പിന്നെ ഇങ്ങനെ തന്നേക്കാം, ഞാനങ്ങ് എടുത്തോളാം. ഞാൻ നോക്കിക്കോളാം. വേണം പറഞ്ഞിട്ട് ഞാൻ പറയും. താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ ഒരു കൈപ്പുണ്യം മരുമക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അത് എൻ്റെ മക്കളിൽ എൻ്റെ ഇളയ മകൾ വീട്ടിൽ വന്ന സമയത്ത് അവൾക്ക് പയറ് കളിക്കാൻ അറിയാം, പിന്നെ ചെറുപയർ കളിക്കാൻ അറിയാം, കടല കളിക്കാൻ അറിയാം, ബീൻസും മുട്ടയും കൂടി കളിക്കാൻ അറിയാം. ഈ 3 കൂട്ടം മാത്രം അറിയാൻ പാടുള്ളൂ, വേറെ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും കറി വെക്കുന്ന സമയത്ത് വിളിക്കും. നമ്മളെപ്പോഴും അമ്മ ഉണ്ടാകുമെന്നും ഉണ്ടാവില്ല, മനുഷ്യൻ്റെ കാര്യം പറയാൻ പറ്റൂല. അപ്പം അത് ഇന്ന പോലെ കറി വെക്കണം ഞാൻ കാണിച്ചു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് ഇന്നിപ്പോൾ ആള് ഇന്നലും മിടുക്കിയായി. കണ്ടോ, അത്ര മൂത്താളായില്ല, മൂത്താൾക്ക് അത്രയാളാണ് മിടുക്കിയായത്. മൂത്താളെന്ന് പറഞ്ഞാൽ മൂത്താൾ ഇവള് താമസിച്ചിട്ട് കിഴക്കാരി മൂന്ന് സ്ഥലം സ്ത്രീരം കിട്ടിയ ആ വകുപ്പിലായിട്ട് കിഴക്കാൻ താമസിച്ചത്. അപ്പം അയാൾക്ക് ഇതൊന്നും കാണിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണോ അമ്മച്ചി അത് ചെയ്യണമെന്നൊക്കെ വിളിച്ചു ചോദിക്കും. ചിലപ്പോൾ ഞാനുണ്ടെങ്കിൽ ചെന്ന് ഞാൻ ചെയ്ത് കൊടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കും. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ബീഫ് എത്ര മോശമായിരുന്നു? അടിപൊളിയായിരുന്നു. പേടിപ്പിച്ചതല്ലേ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എൻ്റെ മോളെ ഒന്ന് കളിപ്പിച്ചില്ലേ പിന്നെ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം. അങ്ങനെയൊന്നുമല്ല, നല്ല ചേച്ചിയാ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മിക്ക ഞായറാഴ്ച ദിവസവും എനിക്ക് ഉപ്പുമുളക് കഴിക്കും. ഇതൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ വീട്ടിൽ ഒന്നെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ പോട്ടി ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ പോട്ടി മേടിക്കുന്ന സമയത്ത് ഞാൻ പറയും എന്തും പറഞ്ഞ എന്ത് കൊളസ്ട്രോൾ എന്നാണ് ഞാൻ കഴിക്കുമെന്ന് പറയും. പോട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത്ര നാളും ഞണ്ടും ചെമ്മീനൊക്കെ തിന്നതല്ലേ, ഇനി ഞണ്ടും ചെമ്മീനും തിന്നാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞണ്ടും ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പറയുമ്പോഴേ ഡോക്ടർ കേൾക്കും, ചെല്ലുമ്പോ ചോദിക്കും അപ്പൊ കളതറ കാണിച്ചിട്ടുണ്ടല്ലേ. ഞാൻ പറയും ഡോക്ടറെ ഞാൻ ഇന്നലെ ഞാൻ ചെമ്മീനും കൂട്ടി ചോർമ്മിച്ചാ വന്നിട്ടാന്ന് പറയും. ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നേ. പിന്നെ ഞണ്ട് കിട്ടിയ ഞാൻ വെറുതെ ഇരിക്കുവോ ഏച്ചെന്നാലും ഞങ്ങൾക്ക് ഞണ്ടിന് പുറത്തു പോകണ്ട. വീട്ടിൽ ഞണ്ട് നേരെ സന്ധ്യ ആകുമ്പോഴേക്കും വലിയ തോടാ ഞങ്ങളുടെ വായിക്കല്. അപ്പോൾ കൊച്ചുങ്ങൾ ഒരാ കമ്പിയുമായിട്ട് ഇറങ്ങും ഞണ്ട് പിടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞണ്ടിൻ്റെ ഇടയിൽ നിന്ന് ഞണ്ട് ഇറങ്ങി വരുമ്പോൾ കൊച്ചുങ്ങൾ കുത്തി പിടിക്കും. അപ്പം തന്നെ കൊണ്ടുവന്ന് അവനെ പൊളിച്ച് പാചകം ചെയ്ത് ഫ്രഷായിട്ട് അടിക്കണേ അങ്ങ്. ഇനി നെക്സ്റ്റ് ചേച്ചി തമിഴിലേക്ക് എൻട്രി ചെയ്യാൻ പോവാ. അവിടെ ഫിലിം ചെയ്തിട്ടുണ്ടോ ചേച്ചി ഇതുവരെ? ചെയ്തിട്ടുണ്ട് സിനിമ. ഓക്കെ, ഇനിയിപ്പോ ചേച്ചി ബിസി ആവുമല്ലേ? ഈ പറഞ്ഞ പോലെ തമിഴ് സീരിയലെല്ലാം കയറി കഴിഞ്ഞ് ഇതേപോലെ ഫുൾ ക്യാരക്ടർ നല്ലോണം അങ്ങ് ചെയ്യുമ്പോൾ അവിടെയും ഫേമസ് ആവും. അവിടെ നമ്മുടെ പോലെ അല്ലല്ലോ, നല്ലൊരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരക്കായിരിക്കും. ചേച്ചിക്ക് തമിഴൊക്കെ പറയോ? അറിയോ? ഞാൻ 10 വയസ്സിൽ തൊട്ട് ചവിട്ടണം തമിഴല്ലേ മോളെ. അപ്പൊ തമിഴ് നല്ലോണം അറിയാം. ഓക്കെ, ഇനി അടുത്ത പ്രോജക്റ്റ് ഏതൊക്കെയാ ചേച്ചിയുടെ? അടുത്ത പ്രോജക്റ്റ് എനിക്ക് പറഞ്ഞേക്കണ തമിഴ് പടമാണ്. മലയാളം പടമുണ്ട്, ഒരു തമിഴ് പടമുണ്ട്. അത് ഇവിടെയല്ല, ഒന്ന് മറ്റേ കണ്ണൂരാണ് 2 പടവും ഉള്ളത്. അപ്പോൾ അവർ പിന്നെ ഞാൻ കൊണ്ടുവന്ന് അഡ്വാൻസ് ചെയ്ത് നമ്മൾ എഗ്രോയൊക്കെ എഴുതി ഒപ്പുവെച്ച് പോയേക്ക്. മെയ് 5-ാം തീയതി സിനിമ ഷൂട്ട് തുടങ്ങി. ഈശ്വര ദൈവം അനുഗ്രഹിച്ച ചേച്ചിക്ക് ഒരുപാട് സിനിമയും ഒരുപാട് സീരിയലും, ചേച്ചിക്ക് ബിസി ആയിട്ട് ജീവിതം പോട്ടെ, അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പിന്നെ ഈ പറഞ്ഞ പോലെ ചേച്ചി എന്നെ ഒന്ന് വരട്ടിയെങ്കിലും എൻ്റെ ബീഫ് ഉണ്ടാക്കിയത് നല്ലതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. കാരണം ഇത്രയും കൈപ്പുണ്യമുള്ള ഒരു അമ്മയുടെ വായിൽ നിന്ന് അത് കേൾക്കുക എന്ന് പറയുന്നത് എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയ പോലെ തന്നെയാട്ടോ. എന്തായാലും അത് ടിഷ്യൂ അല്ലേ? അല്ല, ഇതൊരു സത്യം പറഞ്ഞാൽ ചേച്ചി ഒരു ടിഷ്യൂ പേപ്പർ തന്നെങ്കിൽ പോലും ഞാൻ അതൊരു സർട്ടിഫിക്കറ്റായിട്ട് തന്നെ അംഗീകരിക്കുകയാണ്. കാരണം പാചകം എന്നും എനിക്കൊരു ഹരമാവുന്നിടത്തോളം കാലം എനിക്ക് ഒരു വാക്കായാലും അതെനിക്ക് വലിയൊരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. കൽപ്പനയുടെ കൂടെ ഇതേപോലെ ഞാൻ മറ്റേ ഈ ചാനലിൽ തന്നെ അപ്പുറത്ത് ജന്മദിനുണ്ടായിരുന്നു. അത് നമ്മൾ പരസ്പരം ഇങ്ങനെ ഇതിൻ്റെ അല്ല വേറൊരു ഇതിന് വേണ്ടി അന്ന് ഇതേപോലെ കൽപ്പനയായിട്ട് കണ്ട് സംസാരിച്ചു. പിന്നെ ചാർലി സിനിമ അഭിനയിച്ചപ്പോഴേക്കും വീടിൻ്റെ പറ്റലായിരുന്നു അഭിനയിച്ചത്. അപ്പോൾ എന്നോട് പറയടാ എനിക്ക് കരിമീൻ പൊള്ളിച്ചതും
ചപ്പാത്തി തിന്നണോടാന്ന് പറഞ്ഞു. തലേ ദിവസം ഞാൻ പറയാൻ എന്താടാ, എനിക്ക് നാളെ ഞാൻ കൊണ്ടുവന്ന് കരിമീൻ പൊള്ളിച്ച് ചപ്പാത്തിയും തരാമെന്ന് പറഞ്ഞു. ഞാൻ കരിമീൻ പൊള്ളിച്ച് ചപ്പാത്തിയോട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇത്തിരി സീനുണ്ട്, ഞങ്ങളുടെ ഇത്തിരി സീനുണ്ട്, അയാൾ ഫോട്ടോ വെച്ചിക്ക് പോയെന്ന് പറഞ്ഞു. അപ്പം തന്നെ മോൻ്റെ ബൈക്കിന് കയറി ഞാൻ ഫോട്ടോ വെച്ചിക്ക് കൊണ്ടുപോയി കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് ലാസ്റ്റിൻ്റെ മോൾ തീർന്നതാണ്. ഞാൻ ഹൈദരാബാദിൽ നിൽക്കണ്, ഞാൻ അഹമ്മദാബാദിൽ നിൽക്കണ്, ഹൈദരാബാദിൽ കിടന്നിട്ട് മരിക്കണ്. അതൊരു ഭയങ്കര ഒരു വിഷയം. നമുക്ക് എല്ലാവർക്കും അത് ചേച്ചിക്കെന്നല്ല എനിക്കെന്നല്ല നമ്മുടെ എല്ലാ മലയാളികൾക്കും അത് എന്നൊന്നുമുള്ള ഒരു വിഷമം തന്നെയാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ചേച്ചി ഇല്ല എന്നുള്ളൊരു കാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയി കളഞ്ഞു. ആരോടും ഒന്നും പറയാൻ. എന്താ വെച്ചാൽ ഞങ്ങളൊരു ബാല്യകാല സംഗീതം സീരിയൽ അഭിനയിച്ചപ്പോൾ ഞാൻ അവിടെ വന്ന് അഭിനയപ്പോഴേക്കും തന്നെ ആൾ പോയി ഇല്ലാതെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നപ്പോൾ ഞാൻ എന്ത് പറ്റടാന്ന്, എനിക്ക് ഇത്ര ക്ഷീണം എന്താണ്? ഒന്നുമില്ലമ്മ, എനിക്ക് പെട്ടെന്നൊരു പനി പിടിച്ചതാണ്. എന്തോ ഒക്കെ നല്ല തക്ക ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മളുടെ ആരുടെ ഒന്നും മിണ്ടിയില്ല. ഒന്നുമില്ലമ്മ, എനിക്ക് ഒന്നുമില്ല മോളടാ, ഒന്നുമില്ലമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മളോട് എപ്പോഴും കളിയും തമാശയായിരിക്കും. പക്ഷേ ഇങ്ങനെ പോകുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു. നമ്മുടെ ഒരു നല്ല നിമിഷം നമുക്ക് വിഷമിക്കണ്ട അല്ലേ? നമ്മൾ എന്തായാലും ചവിട്ട് നാടകത്തിലല്ലേ തുടങ്ങിയേ. ചേച്ചി ഒരു പാട്ട് പാടിത്തരുമോ ചവിട്ട് നാടകത്തില്? പ്ലീസ്, ഞങ്ങൾക്കൊന്നും കേൾക്കട്ടെ, ഞങ്ങളുടെ ജനറേഷനിൽ കേട്ടിട്ടില്ല. എന്നിട്ട് സിനിമയിൽ പാടാനാണ്? ഞാൻ സിനിമയിലേക്ക് വരുന്നില്ല. അതില്ലേ? എന്താണ്? വേണ്ട, ഞാൻ വീട്ടിൽ നിന്നോളാം. മതി, ഇനി സിനിമയിലേക്ക് പോവാ. ഇനി കുറച്ച് കാര്യം സിനിമ നടന്നിട്ട് കുറെ ഉണ്ടാക്കിയല്ലേ. ഞാൻ സിനിമയിലില്ല, ഞാൻ വീട്ടിലുള്ളൂ. ഏട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ വീട്ടിൽ നിന്നോളാം. എത്ര പിള്ളേരുണ്ട്? എനിക്ക് 3 ആൺകുട്ടികൾ. ഭാഗ്യശാലി. അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം ചേച്ചി. എന്താ ജോലി? മക്കൾക്ക് ജോലിയാ, പഠിക്കുന്നേ ഉള്ളൂ. കുഞ്ഞു പിള്ളേര്. അത്രേ ഉള്ള? പിന്നെ എന്തിന് കുക്കർ ഷോയിൽ വന്ന് ഈ കാച്ചുണ്ടാക്കും? കുഞ്ഞു പിള്ളേർ തീരെ കുഞ്ഞു പിള്ളേരല്ലോ, കുറച്ച് വലുതായി. എനിക്ക് കുക്കറി ഭയങ്കര ഇഷ്ടമാണ്. കാശ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്നതല്ല, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പൊ അതിന്റെ ഒരു മേഖല ആയതുകൊണ്ടും എനിക്ക് അവിടെയുള്ള ഇഷ്ടം കൊണ്ടും വന്നതാ. പിന്നെ എന്റെ അമ്മ 10 പൈസ കൊടുത്തു. ഞാൻ പറയുന്നത് കേൾക്കൂ, പൈസയുടെ കാര്യമല്ല, ഇതിനേക്കാട്ടിലും ഒക്കെ ഒരു വലിപ്പം എന്താ അറിയോ? എന്റെ അമൃതാനന്ദമായി അമ്മ, ഞാൻ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന എന്റെ അമ്മ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ അതിന് മറുവാക്കില്ല എനിക്ക്. അപ്പൊ അമ്മേനെ പറ്റിച്ചാണ്? അമ്മയെ പറ്റിക്കാറില്ല. ഇല്ല, അമ്മയെ പറ്റിക്കാറില്ല. അമ്മേനെ അവിടെ ആരും പറഞ്ഞു അമ്മേനെ പറ്റിച്ച് കാശും കൊണ്ടുപോയി. അതെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ചേച്ചിക്ക് 2 ആൺകുട്ടികളല്ലേ? അതെ. അമ്മയെ പറ്റിക്കാറുണ്ടോ? എന്നെ പറ്റില്ല. അതേപോലെയാണ് ഈ മകളും എന്റെ അമ്മയെ പറ്റിക്കാറില്ല. എന്റെ മക്കൾ എന്നെ ശരിക്കും പറ്റിക്കാറുണ്ട്. അത് ഞാൻ പറ്റിക്കാറില്ല. പക്ഷെ അവര് ഒന്നും ഇല്ലെങ്കിൽ ഇറക്കല്ലേ പ്യാഴ്ച ഒന്ന് കട്ടങ്കിൽ എടുത്തോണ്ട് പോയിക്കളെ. എനിക്ക് ചവിട്ട് നാടകത്തിനെ പറ്റി പാട്ട് പാടി തരുമോ? ഇല്ലേ? ഇന്നോ നാട്ടിൽ രാജാനായി വാണിടും കാലാമതിൽ അസ്തമിച്ച് സൂര്യ നിന്നി പ്രാംസിൽ അസ്തമിച്ചാതാലേ ഏകനായി പോയിടും ധ്യാനത്തിനായി നാദാ നൽവിട നൽകി എന്നെ കർത്തിടണേ. ഇങ്ങനെയുണ്ട്. നല്ലതാ, നല്ല എനർജി, ടച്ച് വുഡ്. അപ്പൊ സിനിമയിലാണ് ഇങ്ങനെ പാടിയാണെങ്കിൽ അതാണ് കാര്യം. ചവിട്ടാടോ സിനിമയായിട്ട് ഭയങ്കര വ്യത്യാസം പറഞ്ഞ കാര്യം. തീർച്ചയായിട്ടും. എന്തായാലും ചേച്ചി കുറച്ച് സമയം വന്ന് ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.